ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ജ്വല്ലറി ചെയിൻ ആയിട്ടുള്ള കല്യാൺ കേജിൽ, അതായത് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഒരു ഫെയർ വാല്യൂ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, ഒരുപാട് പേര് സ്വിംഗ് ട്രേഡിന് വേണ്ടിയിട്ടും ലോങ് ടേം ഹോൾഡിങ്ങിന് വേണ്ടിയിട്ടും തിരഞ്ഞെടുക്കുന്ന ഒരു സ്റ്റോക്കാണ് കല്യാൺ ജ്വല്ലേഴ്സ് എന്ന് പറയുന്നത്. ഒരു മൊണോപ്പൊളി നേച്ചർ കുറച്ചെങ്കിലും ഉള്ളൊരു സ്റ്റോക്കാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇന്ത്യയിലെ ഒരു ജ്വല്ലറി ചെയിനിൽ അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പോർട്ട് ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ജ്വല്ലറി ചെയിനാണ് കല്യാൺ ജ്വല്ലേഴ്സ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഈ ഒരു കമ്പനി കുറച്ച് കാലങ്ങളായിട്ട് കാഴ്ചവെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടുള്ള കറക്ഷനൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അപ്പോഴും കമ്പനി വലിയൊരു രീതിയിൽ ഒരു സ്റ്റോക്ക് പ്രൈസിൽ വലിയൊരു കറക്ഷനൊന്നും നേരിട്ടിട്ടില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്. പക്ഷേ അത് നമ്മൾ വാല്യുവേഷൻ നോക്കേണ്ട കാര്യമുണ്ട്. കാരണം FIIs ഈ ഒരു കമ്പനിയിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ DIIs ഇതിൽ ബൈയിങ്ങും നടത്തുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അൺമാച്ചിങ് ആയിട്ടുള്ള ഒരു പ്രവണത കാണുന്നത് എന്നുള്ളത് കൂടി നമ്മളിതിൽ അനലൈസ് ചെയ്യാണ്. സോ വാല്യുവേഷനാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ്ലി നോക്കാൻ പോകുന്നത്. എവിടെയാണ് അല്ലെങ്കിൽ ഏത് പ്രൈസിലാണ് ഈ ഒരു കമ്പനി അട്രാക്റ്റീവായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുക. ഫോർ സ്വിംഗ് ട്രേഡിങ്ങിനും നമ്മൾ സെപ്പറേറ്റ് വാല്യുവേഷൻ നോക്കുന്നുണ്ട്. അതുപോലെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് ആ ഒരു മെത്തേഡ് വെച്ചിട്ടും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. So we are going to evaluate the Kalyan Jewellery and find out the fair value based on the parameters given in the reports of the company. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വിംഗ് ട്രേഡിന് വേണ്ടിയിട്ട് EV അല്ലെങ്കിൽ ട്രേഡിംഗ് മൾട്ടിപ്പിൾസ് മെത്തേഡ് വെച്ചിട്ട് നോക്കുന്നു. EV EBITDA അല്ലെങ്കിൽ PE മൾട്ടിപ്പിൾസ് മെത്തേഡ് വെച്ചിട്ട് നോക്കുന്നു. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡായിട്ടുള്ള ക്യാഷ് ഫ്ലോ അനാലിസിസ് ആണ്. അതായത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിലൂടെ നമ്മൾ അതിൻ്റെ ഒരു ഇവാലുവേഷൻ കൂടി നോക്കുകയാണ് ചെയ്യുന്നത്. സോ വെൽക്കം ടു ദ കോംപ്രഹെൻസീവ് അനാലിസിസ് ഓഫ് കല്യാൺ ജ്വല്ലേഴ്സ്. സോ നമ്മളുടെ വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മൾ ഒരു 3-4 സ്റ്റേജിലൂടെയുള്ള ഒരു കോംപ്രഹെൻസീവ് അനാലിസിസിലൂടെയാണ് പോകാറുള്ളത്. ഒന്നാമത് നെയ്ക്കഡ് പ്രൈസ് ആക്ഷൻ നോക്കും. പിന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് നൈസ് ട്രേഡ് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ലിക്വിഡിറ്റി ലെൻസ് ടൂൾ വെച്ചിട്ട് എവിടേക്കാണ് ലിക്വിഡിറ്റി എന്നുള്ളത് നോക്കും. അതായത് SMC ഇൻഡിക്കേറ്ററാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് നടക്കുന്ന ലിക്വിഡിറ്റി, അതായത് ഫെയർ വാല്യൂ ഓർഡർ ബ്ലോക്ക് ലിക്വിഡിറ്റി സോൺ. അതായത് അത് ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സോണാണ്. അപ്പോൾ ആ സോണിന് നല്ല രീതിയിൽ ബൈയിങ് നടക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത് എവിടേക്കാണ് ഉള്ളതെന്ന് നോക്കുന്നതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ്, അതായത് DIIസും FIIസും എന്തൊക്കെയാണ് ആക്ടിവിറ്റി ഇതിൽ ചെയ്യുന്നതെന്നുള്ളതാണ് മറ്റൊന്ന് നോക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ അതിൻ്റെ ഒരു വാല്യുവേഷനാണ് ചെയ്യാറുള്ളത്. സോ അത്തരത്തിലുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. സോ വീഡിയോ മുഴുവനും കാണാനായിട്ട് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. യു വിൽ ബി ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ക്വാളിറ്റി കണ്ടൻറ്റ്സ് ഇൻ ദിസ് ചാനൽ. സോ വി ക്യാൻ ഗ്രോ ടുഗെദർ ഇഫ് യു ആർ ഫോളോയിങ് ദിസ് ചാനൽ. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ നോക്കാം എന്താണ് നെയ്ക്കഡ് പ്രൈസ് ആക്ഷനിൽ കാണുന്നത്. കാര്യമായിട്ടൊരു സെൽ ഓഫ് ഒന്നും കാണുന്നില്ല. ഇവിടെ നമ്മളൊരു ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ നോക്കുകയാണെങ്കിൽ തന്നെ വരക്കാതെ തന്നെ നമുക്കറിയാം അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ട്രെൻഡ് സോണിൽ തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ സ്വിംഗ് ലോയും സ്വിംഗ് ഹൈയും വെച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ട്രെൻഡ് സോണിൽ നിന്നാണ് റിവേഴ്സലൊക്കെ വരുന്നത് പോലെ നമുക്ക് കാണാൻ തോന്നുന്നത്. അതുപോലെ ഒരു പ്രത്യേകിച്ചൊരു പാറ്റേൺ നമുക്കിവിടെ ഒരു ഇപ്പം സ്പോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ട 2-3 കാര്യങ്ങൾ ഇവിടെ റിസൾട്ട്സ് ആണ്. കഴിഞ്ഞ 2 റിസൾട്ടുകളും ചെറിയ രീതിയിൽ നെഗറ്റീവായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം റിസൾട്ട് എങ്ങനെ വായിക്കണം എന്ന് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏഷ്യൻ പെയിൻറ്റിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ സ്റ്റാൻഡേർഡൈസ്ഡ്, എന്താണ് എസ്റ്റിമേറ്റ്, എന്താണ് സർപ്രൈസ് എന്നുള്ളതൊക്കെ. അപ്പോൾ അറിയാത്തവർ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലാത്തവർക്ക് ഇത് കൂടുതൽ ഐഡിയ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, സർപ്രൈസ് എന്ന് പറയുന്നത് -5.5% ആയിരുന്നു പീരിയഡ് എൻഡിങ് ജൂൺ മാസത്തിൽ അല്ലെങ്കിൽ ജൂൺ ക്വാർട്ടറിലുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അതിനുശേഷം സെപ്റ്റംബർ ക്വാർട്ടറിലുള്ള റിസൾട്ടാണ് പിന്നീട് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ സർപ്രൈസ് എലമെൻറ്റ് 31% ആയിട്ട് കൂടിയിട്ടുണ്ട്. അതായത് നെഗറ്റീവ് റിട്ടേൺ മീൻസ് EPS ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ റിസൾട്ട് കാര്യമായിട്ട് സ്റ്റോക്ക് പ്രൈസിനെ ബാധിക്കാതെ വീണ്ടും ഉയർച്ചയിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. വിച്ച് ഈസ് കൈൻഡ് ഓഫ് നോട്ട് നോൺ ഡൈജസ്റ്റബിൾ തിങ് ഫോർ മീ. എന്തുകൊണ്ടാണ് നെഗറ്റീവ് റിസൾട്ട് വന്നിട്ടും സ്റ്റോക്ക് വീണ്ടും മേലെ പോയത് എന്നുള്ളതൊരു നമുക്ക് മനസ്സിലാവുന്നില്ല. മേ ബി ഫോർ സീക്കിംഗ് ലിക്വിഡിറ്റി. അപ്പം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ FIIs ഈ ഒരു സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും.
we can see the institutional activity here regarding this stock. You can see ജൂൺ ക്വാർട്ടറിൽ 21.19% FIIസിൻ്റെ കയ്യിലുണ്ടായിരുന്നത് FIIs 15.74 ആക്കിയിട്ട് കുറച്ചിട്ടുണ്ട് സെപ്റ്റംബർ ക്വാർട്ടർ ആകുന്ന സമയത്ത്. സോ വിച്ച് മീൻസ് ദേ ആർ ബുക്കിംഗ് ദ പ്രോഫിറ്റ്. ബട്ട് ദർ ഈസ് എ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രാൻസ്ഫർ ഗോയിങ് ഓൺ ബിറ്റ്വീൻ FII ആൻഡ് DII. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ FIIs ഇവിടെ വിൽക്കുന്ന സമയത്ത് അത് വാങ്ങിക്കുന്നത് DIIs ആണ്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. 9.87 ജൂൺ ക്വാർട്ടറിലുള്ളത് 11.74 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ഒരു കഴിഞ്ഞ മാസത്തെ ഒരു ബൈയിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നവംബർ മാസം കുറച്ച് DIIs പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു സ്റ്റോക്കിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാവാനുണ്ട്. അതുപോലെ തന്നെ പുതിയ DII ഇൻവെസ്റ്റ്മെൻറ്റ്സും ഇതിൽ നടക്കുന്നുണ്ട്, ബൈയിങ് നടക്കുന്നുണ്ട്. മോത്തിലാൽ ഒസാൽ ബൈ ചെയ്യുന്നുണ്ട്. ടാറ്റ ഇന്ത്യ കൺസ്യൂമർ ഫണ്ട് കഴിഞ്ഞ മാസം നവംബർ മാസം നല്ല രീതിയിൽ ഇതിൽ ബൈയിങ് നടത്തിയിട്ടുണ്ട്. സോ ഈ ഒരു പ്രൈസ് ലെവലിലും ഇതൊരു അട്രാക്റ്റീവ് ആണെന്നുള്ളത്, അല്ലെങ്കിൽ വലിയൊരു കുഴപ്പമില്ലാത്തൊരു പ്രൈസ് ലെവൽ ആണെന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് ചെറുതായിട്ടെങ്കിലും മനസ്സിലാവുന്ന ഒരു കാര്യം എന്നുള്ളതാണ്. അപ്പോൾ FII DII ആക്ടിവിറ്റി നമ്മൾ അതിലൂടെ നോക്കുമ്പോഴും നമുക്ക് ഏകദേശം ഒരു ധാരണ ഈ ഒരു വിഷയത്തിൽ വരുന്നുണ്ട്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം കഴിഞ്ഞ 2 റിസൾട്ടുകളാണ്. ഈ 2 റിസൾട്ടും നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടും കമ്പനി ഷെയർ പ്രൈസ് മേലെ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് ഇനി അടുത്ത റിസൾട്ട്, ക്വാർട്ടറിൻ്റെ റിസൾട്ട്, ഡിസംബർ ക്വാർട്ടർ റിസൾട്ട് വരാനുള്ളത് 30 ജനുവരിയിലാണ്. ജനുവരി 30-ാം തീയതിയാണ് റിസൾട്ട് റിലീസ് ചെയ്യുക. സോ ഈ ഒരു സമയം വരെ ചെറിയ രീതിയിൽ ഒരു സെൽ ഓഫ് ഇതിൽ കാണാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ 2 റിസൾട്ടും നെഗറ്റീവ് ആയത് കാരണം തന്നെ ഈ ഒരു സ്റ്റോക്ക് അടുത്ത റിസൾട്ട് കൂടെ നെഗറ്റീവ് ആകാൻ സാധ്യത ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആളുകൾ ഈ ഒരു സ്റ്റോക്കിൽ നിന്ന്, ഈവൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഏസ് ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും, ദേ വിൽ ബി ബുക്കിംഗ് പ്രോഫിറ്റ്. സോ ഇവിടുന്ന് ഇനി വാങ്ങിക്കാൻ പുതിയൊരു ഫ്രഷ് എൻട്രി ഉദ്ദേശിക്കുന്ന ആളുകൾ അടുത്ത ലിക്വിഡിറ്റി സോണിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ ഇനി ലിക്വിഡിറ്റി അനാലിസിസിലേക്ക് പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു ട്രേഡിംഗ് വ്യൂ ഇൻഡിക്കേറ്ററാണ് നൈസ് ട്രേഡ് SMC ഫെയർ വാല്യൂ ഓർഡർ ബ്ലോക്ക് ലിക്വിഡിറ്റി ലെൻസ്. അപ്പോൾ നമ്മൾ മുൻപത്തെയൊക്കെ ഓരോ സ്റ്റോക്കിൻ്റെ അനാലിസിസിലും നിങ്ങൾക്കിപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്തൊരു പവർഫുള്ളാണ് ഈ ടൂൾ എന്നുള്ളത്. കാരണം എവിടെയൊക്കെ ലിക്വിഡിറ്റി ഫെയർ വാല്യൂ ബ്ലോക്ക് വന്നിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം ആ സ്റ്റോക്ക്, റെസ്പെക്റ്റീവ് സ്റ്റോക്കുകൾ നല്ല രീതിയിൽ ആ സോണിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റി സോൺ ഉണ്ടായിരുന്നു. സോ എപ്പോഴാണോ ആ സോണിലേക്ക് വന്നത്, കൃത്യം ഇവിടെ ടച്ച് ചെയ്യുന്ന സമയത്താണ് സ്റ്റോക്ക് തിരിച്ചങ്ങോട്ട് കയറുന്നത്. ഏകദേശം 23% സ്പാൻ ഓഫ് 1 മന്ത് ആ റിട്ടേൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇനിയും ഇപ്പോഴും ഇൻടാക്റ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി സോൺ എന്ന് പറയുന്നത് അതേ പ്രൈസാണ്, അതായത് 632 എന്ന് പറയുന്ന പ്രൈസ്. അവിടെ ബയേഴ്സ് ലിക്വിഡിറ്റി ഉണ്ട്, സെല്ലിംഗ് ഇൻട്രസ്റ്റ് ലിക്വിഡിറ്റി ഉണ്ട്, വിച്ച് ഈസ് എ വെരി ഗുഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആസ് ഫാർ ആസ് ദിസ് സ്റ്റോക്ക് ഈസ് കൺസേൺഡ്. സോ ഇനി ആരെങ്കിലും ഫ്രഷ് എൻട്രി എടുക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് സോണ്, അതുപോലെ അതിന് താഴെയുള്ള ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് 533 എന്നുള്ളത്. സോ ദീസ് പ്രൈസ് ലെവൽസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ ആസ് ലിക്വിഡിറ്റി ഏരിയ ഈസ് കൺസേൺഡ് ഓർ ഫെയർ വാല്യൂ ഏരിയ ഈസ് കൺസേൺഡ്. സോ ആ ഒരു ഏരിയയിലുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഫെയർ വാല്യൂ അല്ലെങ്കിൽ മീൻസ് വാല്യുവേഷൻ എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ള 719 വാല്യുവേഷൻ എന്താണെന്നുള്ളത് കൂടി നമുക്ക് അടുത്ത സ്റ്റേജിലായിട്ട് നോക്കാം. സോ ഐ വെൽക്കം യു ടു ദ നെക്സ്റ്റ് സ്റ്റേജ്, ദാറ്റ് ഈസ് ദ വാല്യുവേഷൻ, ഫെയർ വാല്യൂ കാൽക്കുലേഷൻ ഓഫ് കല്യാൺ ജ്വല്ലേഴ്സ്. മുമ്പായിട്ട് ഐ ക്യാൻ ഷോ മൈ പ്രീമിയം ഗ്രൂപ്പ്. അതിൽ നമ്മൾ ഒരുപാട് സ്റ്റോക്കുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള നല്ല ഡിസ്കൗണ്ടിൽ കിട്ടുന്ന ഒരുപാട് സ്റ്റോക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്, ആ മെമ്പേഴ്സും കുറേ സ്റ്റോക്കുകളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം മാർക്കറ്റിൽ എല്ലാവർക്കും അറിയാം നല്ല രീതിയിൽ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയമാണ്, ഒരുപാട് പേരുടെ പോർട്ട്ഫോളിയോ റെഡ് ആയി കിടക്കുന്ന സമയമാണ്. അപ്പോഴും നല്ല രീതിയിൽ അണ്ടർ വാല്യൂഡ് സ്റ്റോക്സ് മൂവ് ചെയ്യുന്നുണ്ട്. കാരണം അത് നല്ല വാല്യുവേഷനിൽ കിട്ടുന്നതുകൊണ്ട് ആ സ്റ്റോക്കുകൾ അപ്പോഴും ആക്ടിവിറ്റി ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് നോക്കാം, സിയാറാമിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ 2 ദിവസം കൊണ്ട് 35% വന്നിട്ടുണ്ട്. ഫെയർകം ഒക്കെ ആണെങ്കിൽ ഒരു ദിവസം തന്നെ 20% വന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റോക്കുകൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അണ്ടർ വാല്യൂഡ് ആയിട്ട് നൈസ് ട്രേഡ് തന്നെ റിസർച്ച് ചെയ്ത് കണ്ടെത്തുന്ന സ്റ്റോക്കുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെമ്പേഴ്സ് തരുന്ന സ്റ്റോക്കുകൾ നമ്മൾ വാല്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു പ്രീമിയം കമ്മ്യൂണിറ്റിയാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ടെക്സ്റ്റ് മീ ആൻഡ് ജോയിൻ ഇൻ ദിസ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവസാനത്തെ സ്റ്റേജ് ആയിട്ടുള്ള കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ വാല്യുവേഷനിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്.
നമ്മുടെ കയ്യിൽ കല്യാൺ ജ്വല്ലേഴ്സിൻ്റേതായിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റിൽ കല്യാൺ ജ്വല്ലേഴ്സായിട്ട് ബന്ധപ്പെട്ട അടുത്ത വർഷങ്ങളിലേക്കുള്ള അവരുടെ എസ്റ്റിമേറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഓതറൈസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയാണ്, പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയാണ്. ബ്ലൂംബെർഗ്, തോംസൺ റോയിട്ടേഴ്സ് ഒക്കെ വെബ്സൈറ്റുകളാണ് നമ്മളിതിന് വേണ്ടിയിട്ട് API മുഖാന്തരം കണക്ട് ചെയ്തിട്ടുള്ളത്. സോ നമുക്കതിൽ ആ ഡാറ്റ ഏത് സമയത്തും അപ്ഡേറ്റഡ് ആയിട്ട് നമുക്ക് ഇതുവഴി വരുന്നതാണ്. സോ ഈ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് മാസ്റ്റർ ഫയലാണ്. ഇവിടെയാണ് നമ്മൾ പ്രൈസും മറ്റു കാര്യങ്ങളും വരുന്ന ചേഞ്ച് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ആ പ്രൈസിനനുസരിച്ചുള്ള ചേഞ്ച് ഏതൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ DCF മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ലോങ് ടേം ആയിട്ട് ഈ സ്റ്റോക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഫെയർ വാല്യുവേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ട്രേഡിംഗ് മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഷോർട്ട് ടേം അല്ലെങ്കിൽ മിഡ് ടേമിലേക്കൊക്കെ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. അതിൽ വരുന്നത് PE മൾട്ടിപ്പിൾസ് മെത്തേഡും EV എബിഡ മെത്തേഡുമാണ്. സോ ഈ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാല്യുവേഷൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. വി ഹാവ് സം പ്ലാൻസ് ടു മീൻസ് സ്റ്റഡി പീപ്പിൾ ടു മേക്ക് ദം വാല്യുവേഷൻ എക്സ്പേർട്സ്. ഓക്കെ, സോ അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് പല ലെവൽസിൽ ഇപ്പോൾ 719 ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ള ലെവൽ. അതുപോലെ അടുത്ത 2 ലിക്വിഡിറ്റി സോൺ, ഈ 3 പ്രൈസ് ലെവലുകളിലും സ്വിംഗ് ട്രേഡിനും അതുപോലെ തന്നെ ലോങ് ടേം പർപ്പസിന് വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡിലും നമ്മൾ ഇതിൻ്റെ ഫെയർ വാല്യുവേഷൻ കാണാണ്. സോ ഫസ്റ്റ് നമുക്ക് ഷോർട്ട് ടേം അതായത് സ്വിംഗ് ട്രേഡിന് വേണ്ടിയിട്ടുള്ള നോക്കാം. ഇപ്പോഴത്തെ എന്ന് പറയുന്നത് 719 719 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ മാസ്റ്റർ ഫയലിൽ പ്രൈസ് അങ്ങനെ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് ഡ്രിവൺ ആയിട്ടുള്ള ലേണിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് പ്രൈസ് മാറുന്നതിനനുസരിച്ച് നമുക്ക് ആ സ്റ്റോക്കിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും പാരാമീറ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ ആ ഒരു കമ്പനിയുടെ പ്രൊജക്ഷൻസിൽ എന്തെങ്കിലും മാറ്റം കമ്പനി വരുത്തുകയാണെങ്കിൽ ദേ വിൽ ബി letting us know through the annual reports or investor presentations or any other documents like that. സോ അതിലൂടെയൊക്കെ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്കിവിടെ ആ ഒരു ഫിഗർ ഇവിടുന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വാല്യുവേഷനിൽ നമുക്ക് വ്യത്യാസം വരുന്നതാണ്. സോ ഈ വാല്യുവേഷൻ ഈസ് ആൻ എസ്റ്റിമേറ്റ്, ഒരു കൃത്യമായിട്ടുള്ള ഒരു എമൗണ്ട് അല്ല. എല്ലാവരുടെ കയ്യിലുള്ള വാല്യുവേഷനും ഈസ് ആൻ എസ്റ്റിമേറ്റ്. മാക്സിമം ക്ലോസസ്റ്റ് എസ്റ്റിമേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഇൻപുട്സ് നമ്മൾ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ മാസ്റ്റർ ഫയലിൽ നമ്മൾ 719 എന്നുള്ള പ്രൈസ് കൊടുത്തു. ട്രേഡിംഗ് മൾട്ടിപ്പിൾസ് മെത്തേഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. PE മൾട്ടിപ്പിൾസ് മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ EV എബിഡ മെത്തേഡ് ഉണ്ട്. സോ PE മൾട്ടിപ്പിൾസ് മെത്തേഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് 725 ആണ്. അതായത് 725 എന്ന് പറഞ്ഞിട്ടുള്ള രൂപയിലാണ്. EV എബിഡൻ്റെ കേസിലും 725 ആണ് കാണിക്കുന്നത്. സോ ഫെയർ വാല്യൂന്ന് കുറച്ച് താഴെയായിട്ടാണ് നമുക്ക് ഈ ഒരു 2 മെത്തേഡിലൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, ബട്ട് ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ACE ഇൻവെസ്റ്റേഴ്സ് വിൽ ബി ലുക്കിംഗ് ടു ഗെറ്റ് ദ സ്റ്റോക്ക് ഇൻ എ ഡിസ്കൗണ്ട് സോൺ. അപ്പം ഇത്തരം സ്റ്റോക്കുകളിലെ ഡിസ്കൗണ്ട് സോൺ എന്ന് പറയുന്നത് ഭയങ്കര അതിമോഹമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്തരം ഡിസ്കൗണ്ട് സോണും അതുപോലെ ഫെയർ വാല്യൂ സോണും ലിക്വിഡിറ്റി സോണൊക്കെ സംഗമിക്കുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ the institutions and other big HNIs will be waiting to reach the price to reach that point. ആ ഒരു പ്രൈസിലേക്ക് മാർക്കറ്റ് എത്താൻ വേണ്ടിയുള്ള സ്റ്റോക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലിക്വിഡിറ്റി പോയിന്റിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. സോ ആ ഒരു പ്രൈസിൽ എത്ര ഡിസ്കൗണ്ട് നമുക്ക് വരുന്ന നോക്കാം. 633 പ്രൈസ്. സോ വി ആർ ചെക്കിങ് ഇറ്റ് ഇൻ ദ മാസ്റ്റർ ഫയൽ. 633 എന്നിവിടെ കൊടുക്കാം. സോ അതിനനുസരിച്ച് ട്രേഡിംഗ് മൾട്ടിപ്പിൾ നമുക്ക് കാണാൻ പറ്റുന്നു. 14% ഡിസ്കൗണ്ടിലാണ് നമുക്ക് ആ ഒരു പ്രൈസിന് കിട്ടുക. വിച്ച് മീൻസ് ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് പ്രൈസ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പം 633 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസിന് സ്വിംഗ് ട്രേഡേഴ്സിന് കൺസിഡർ ചെയ്യാവുന്നതാണ് അക്കോർഡിംഗ് ടു വാല്യുവേഷൻ ഇൻപുട്സ്. അതുപോലെ ഇൻ കേസ് ഇനിയിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ റിസൾട്ട് രണ്ടും മോശമായതുകൊണ്ട് അടുത്ത റിസൾട്ടിന് മുമ്പായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് വളരെ തീക്ഷ്ണമായിട്ട് വരികയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെ, അതായത് അതിന് താഴെയുള്ള ലിക്വിഡിറ്റി സോണിൽ വരികയാണെങ്കിൽ 533 എന്ന് പറഞ്ഞിട്ടൊരു ലെവൽ കൂടെ ഉണ്ട്. സോ ഇവിടുന്ന് ഈ സ്റ്റോക്ക് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഡിസ്കൗണ്ടിലാണ് നമുക്ക് കിട്ടുക. വിച്ച് മീൻസ് വി ക്യാൻ സി 533 എന്ന് ഇവിടെ കൊടുക്കുന്ന സമയത്ത് വി ക്യാൻ സി 36% ആണ് നമുക്ക് അവിടെ വരുന്നത്. സോ 36% ഡിസ്കൗണ്ട് എന്നൊക്കെ പറയുമ്പം അത് സ്വിംഗ് ട്രേഡേഴ്സിന് നല്ലൊരു എൻട്രി പോയിന്റ് ആണ്. സോ അവർക്ക് അവിടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ ദിസ് ഈസ് നോട്ട് എ റെക്കമെൻഡേഷൻ. യു ക്യാൻ മേക്ക് ഇറ്റ് യൂസ്ഫുൾ ഫോർ യുവർ ഓൺ റിസർച്ച് ബിഫോർ ബൈയിങ് ഇറ്റ്. അപ്പോൾ നിങ്ങളുടെ റിസർച്ചിന് സഹായിക്കുക, വാല്യുവേഷൻ പോയിന്റിൽ സഹായിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, നൗ as I said, for swing traders and for long term investors. So long term investors-ന് ഈ പറയുന്ന 533 എന്നുള്ള റേഞ്ചിലാണ് കിട്ടുക എന്നുണ്ടെങ്കിൽ they are showing 465%, 465% ഡിസ്കൗണ്ടിലാണ് കിട്ടുക വിത്ത് എ 5-year എബിഡ മൾട്ടിപ്പിൾ വ്യൂ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി കൊടുക്കുന്ന ക്യാഷ് ഫ്ലോ എസ്റ്റിമേറ്റിനനുസരിച്ചാണ് നമ്മൾ ലോങ് ടേം കാൽക്കുലേറ്റ് ചെയ്യുക.
അപ്പോൾ ലോങ് ടേമിലേക്ക് 465% 5 വർഷത്തെ ഒരു വ്യൂയിലേക്ക് ഇങ്ങനെ കൊടുക്കുക എന്ന് പറയുമ്പോൾ അടുത്ത 5 വർഷത്തേക്ക് കമ്പനി പറയുന്ന പ്രൊജക്ഷൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ മാറ്റങ്ങൾ വരാം. ഇപ്പോൾ ഈ കമ്പനി അടുത്ത ക്വാർട്ടറിൽ റിസൾട്ട് നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രൊജക്ഷൻസിൽ മാറ്റം വരാം. സോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രൊജക്ഷൻസ് മാറ്റണം. സോ അത്തരത്തിൽ നോക്കുന്ന സമയത്ത് ഈ 465 എന്ന് പറയുന്നത് ചിലപ്പോൾ കുറഞ്ഞു വരാം. അതുകൊണ്ടാണ് വാല്യുവേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വാല്യുവേഷൻ നോക്കിയിട്ട് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കരുത്, ലോങ് ടൈമിലേക്ക് നിൽക്കരുത്. അതിൻ്റെ ഇടയിൽ കമ്പനിയുടെ റിസൾട്ട് വരുമ്പോൾ ആ റിസൾട്ടിനനുസരിച്ച് വരുന്ന ചേഞ്ചസ് കൂടി ഇത്തരം ടെംപ്ലേറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് പോയിന്റിലാണ് ഈ കമ്പനി ഓവർ വാല്യൂഡ് ആവുന്നത് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു കേസിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ട്രേഡിംഗ് മൾട്ടിപ്പിൾ മെത്തേഡ്. അപ്പോൾ ഈ ട്രേഡിംഗ് മൾട്ടിപ്പിൾ മെത്തേഡിൽ നമുക്ക് നോക്കാം, 1200 എന്ന് പറഞ്ഞ ഒരു പോയിന്റിലേക്ക് അടുത്ത 2 മാസത്തിനുള്ളിൽ ഈ സ്റ്റോക്ക് എത്തുവാണെങ്കിൽ ഒബ്വിയസ്ലി ദിസ് വിൽ ബി ഓവർ വാല്യൂഡ്. 39% ഓവർ വാല്യൂഡ് ആയിപ്പോയി. സോ നമുക്കറിയാം ഒരു 24% വരെയൊക്കെയാണ് ഒരു സ്റ്റോക്കിൽ നമുക്ക് ഓവർ വാല്യുവേഷൻ പോസിബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കും. സോ 900 എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ചിലേക്ക് സ്റ്റോക്ക് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ വിൽക്കാം, കാരണം ആ സമയത്ത് ഇത് ഓവർ വാല്യൂ ആവുന്നുണ്ട് എന്നുള്ളതാണ്. സോ നമുക്ക് കറക്റ്റ് എൻട്രി പ്രൈസ് ഡിസ്കൗണ്ട് ആകുമ്പോൾ കിട്ടാനും ഓവർ വാല്യൂഡ് ആവുന്ന സമയത്ത് ആ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനും വാല്യുവേഷൻ സഹായിക്കും എന്നുള്ളതാണ്. നമ്മൾ മിക്ക ആൾക്കാരും ലോസിലായി നിൽക്കുന്നതും വാല്യുവേഷൻ അറിയാത്തത് കൊണ്ടാണ്. ഹൈ ഓവർ വാല്യുവേഷൻ സോണിൽ നിന്നാണ് മിക്ക ആളുകളും സ്റ്റോക്ക് വാങ്ങിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് വാസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഫോർ ദാറ്റ്. ഒരുപാട് പേര് ആ സ്റ്റോക്ക് വാങ്ങിച്ചിട്ടുള്ളത് 40% ഓവർ വാല്യുവേഷനിലൊക്കെയാണ്. സോ ദാറ്റ്സ് വൈ മീൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും മറ്റു എയ്സ് ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ഫെയർ വാല്യൂ എത്തുമ്പോഴാണ് അവർ അത് വാങ്ങിക്കാൻ നോക്കുക. സോ അത് എത്തുന്നവരെ അതിൽ സെൽ ഓഫ് നടന്നുകൊണ്ടേയിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. സോ നമുക്ക് ഇനി അടുത്തൊരു സ്റ്റോക്കിലൂടെ നമുക്ക് കാണാം. ആർക്കെങ്കിലും ടെംപ്ലേറ്റ് മുഖാന്തരം വാല്യുവേഷൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. വിൽ സീ യു ഇൻ അനദർ ഗുഡ് സ്റ്റോക്ക്.